എന്റെ ഒരു എൽബോഡ് ആളെ കൊല്ലാനുള്ള ലൈസൻസ് എന്റെ അടച്ചോനെ ആ സൈക്കിളാന്റെ കൈ കൊണ്ട് എന്റെ പുറന്ന് തൃശ്ശൂർ പൂരാവുമല്ലോ. കുടം പൊട്ടിയില്ലേ? മണ്ണാണീ പൊട്ടും. മേലോട്ട് നോക്കി നടക്കുമ്പോൾ ആലോചിക്കണേ, ഇതിന്റെ ഒന്നാം സമ്മാനാ. ഇതിന് വല്ല കേട് പറ്റാൻ നീ വായിച്ചു തരും. സംഗതി നീ ബേജാറാവണ്ട, നിനക്ക് കുടം കിട്ടിയാ പോരെ. ഇന്നാ 1 or 2 കുടമണി വാങ്ങിച്ചോ. എന്ത് പറ്റിയാ മണി? ഒന്നുമില്ല, ആഴ്ചക്ക് ഒരു 8-10 കുടം മേടിച്ചാലും പൊട്ടിക്കുന്നേ. എത്ര പറഞ്ഞാലും കേൾക്കൂല, ചെറുതല്ലേ. അമ്മണി പോ. ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളി നിലയിൽ വീണാലും ചീത്തപ്പേരൊക്കെ മുള്ളിന്. ആ രാജപ്പേട്ട സ്ഥലമുണ്ട്. അബു നേരത്തെ ആണല്ലോ. ഇന്ന് പടം മാറല്ലേ? ആരണ്യ സുന്ദരി നല്ല കോളാ. എവിടെ നമ്മളെ 2ാം സമ്മാനം? ഇല്ലടോ, അത് റിപ്പയർ ചെയ്തോണ്ട് പോയി. ചതിച്ചോ? അവനെ നമ്മളെ കടന്റെ ആകെയുള്ള ഒരു അൾട്രേഷൻ 2-in-1 ടാപ്പ് റിക്കാർഡ്. വേറെ ഏതെങ്കിലും വരട്ടെ, അപ്പൊ തരാം. ഇന്ന് ഈ TV ആക്കിയാലോ? ഇവനെ ഞാൻ 1ാം സമ്മാനാക്കും. അതിലൊന്നും കയറി പിടിക്കാതെ രാവിലെ റിപ്പയർ ചെയ്ത് കൊടുക്കാനുള്ളതാ. കൊടുക്കാന്ന് പാർട്സ് കിട്ടാൻ 2 ആഴ്ച പിടിക്കുമെന്ന് പറഞ്ഞി. അങ്ങനൊക്കെ തന്നെയല്ലേ. ചോദിച്ചാ പൊടി പിടിക്കാതിരിക്കാൻ വീട്ടിൽ കൊണ്ടുവച്ചാന്ന് പറഞ്ഞി. വാടകന്റെ കാര്യത്തിലാണ് നിങ്ങൾ പേടിക്കണ്ട. ഇത് അഡ്വാൻസ് പിടിക്കുക. പോരാ, സാധനം TVയാ. താൻ കുറെ രൂപ ഉണ്ടാക്കും. എവിടെ? ഇപ്പൊ അതിൽ വരുന്ന സീരീസ് കണ്ട ഈ കുന്ത്രാണ്ട തുറക്കാൻ തന്നെ ജനത്തിന് പേടിയാ. തുറക്കണ്ട, അതവിടെ ഇരുന്നോട്ടെ. രാജപ്പൻ ചേട്ടന്റെ ഒരു ഗൗരവം 25 ഉണ്ട്. ആർക്കും വെക്കാം കടന്നു വരൂ. 5 വെച്ചാൽ 10, 10 വെച്ചാൽ 20. കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ. വരൂ, കടന്നു വരൂ. 5 വെച്ചാൽ 10, 10 വെച്ചാൽ. ടിവിന്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയാം. നമുക്ക് ഒരു പ്രത്യേക 1ാം സമ്മാനം അബൂസ് ലക്കി സെന്റർ നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നു. ടിബി. വരക്കല്ല ഹമാറ ജെയിംസ് വരക്കും. നമ്മളെ കസ്റ്റംസേഴ്സിന് രോഗം പിടിക്കും. ഇക്കാക്ക് അത് പറയാം. കൂകി ഞമ്മക്ക് TV പിടിച്ചെന്നാ തോന്നണത്. തമാശ പറയാൻ ഞാനൊന്ന് വെച്ച് തന്നിട്ടല്ലോ. വിളിച്ചു കൂടാ. ടിവി വരൂ, കടന്നു വരൂ. ആർക്കും വെക്കാം, ആണിനും വെക്കാം, പെണ്ണിനും വെക്കാം. ധൈര്യമായിട്ട് വെച്ചോളി. നിങ്ങൾക്ക് അടിക്കുന്ന മുഖം പറയണ്ടല്ലോ. സഹോദരന്മാരെ, ഈ ലക്കി സെന്ററിൽ നിന്ന് സമ്മാനം നേടിയിട്ടുള്ള പ്രമുഖ വ്യക്തികളാണ് ഇവിടെ അണിനിരന്നിട്ടുള്ളത്. ധൈര്യമായി കളത്തിലേക്ക് കാശ് വെക്കൂ. ഇവനൊന്ന് കറങ്ങിയാൽ നിങ്ങളുടെ ഭാഗ്യം തെളിഞ്ഞു. വെയ് രാജാ, വെയ്. അങ്ങനെ വെയ്. നിർഭാഗ്യവാന്മാർ, നിങ്ങൾക്കാർക്കും അടിച്ചില്ല. അടിച്ചത് കമ്പനിക്ക്. വിജയം പരാജയത്തിന്റെ ലക്ഷണമാണ്. ഒന്ന് പോയെന്ന് വെച്ചിട്ട് ബേജാറാവണ്ട. സുകുമാരക്കുറിപ്പ് 9ാമത്തെ പ്രാവശ്യം വെച്ചിട്ടാണ് എന്നോട് സമ്മാനം മേടിച്ചിട്ടുള്ളത്. വെയ് രാജാ, വെയ്. ഇതാ ഒരു ഭാഗ്യവാൻ. 3 മുട്ടുസൂചി സമ്മാനം. പിടി. 10 രൂപയ്ക്ക് 3 മുട്ടുസൂചി സമ്മാനം. ഭാഗ്യം സൂചിയിലൂടെ വന്ന് സൈക്കിളിലോ TVയിലോ എത്തും. അതാണ് അബൂ ലക്കി സെന്ററിന്റെ ഒരു അൾട്രേഷൻ. നീ വാടേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കളിപ്പീരാങ്ങി. ഇക്ക, ഇന്ന് നല്ല കോളാണല്ലോ. എനിക്കൊരു 5 രൂപ. 10 പൈസ പണി തീരാതെ തരൂല. തന്നാ നീ മുങ്ങൂലുക്ക. ഞമ്മക്ക് എന്തെങ്കിലും കഴിക്കണം, വിശക്കണം. അവന്റെ ഒരു മുടിഞ്ഞ വിശപ്പ്. എടാ, നിന്റെ ഒക്കെ പ്രായത്തില് ഊണും ഉറക്കും കളഞ്ഞിട്ടാ ഞാൻ ഈ സ്ഥാപനം ഈ നിലയിൽ എത്തിച്ചേ. എന്നാ പോയി തൽക്കാലം ഒരു ചായ കുടിച്ചിട്ട് പോരെ. വേഗം പോയി വാന്ന്. സിനിമ വിട്ട്. പോലീസോ? ഇല്ലിക്ക, സിനിമ വിട്ടെന്ന്. ഇക്കക്ക് എപ്പോഴും പോലീസ് എന്നുള്ള ഒറ്റ പേടിയേ ഉള്ളൂ. പേടിയാണ് നമ്മക്കാണ്. എനിക്കല്ല, നീ വിളിച്ചു കൂടാ. വരൂ, കടന്നു വരൂ. ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം. 1ാം സമ്മാനം TV, 2ാം സമ്മാനം സൈക്കിൾ. വരൂ, കടന്നു വരൂ. ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം. ധൈര്യമായിട്ട് വെച്ചോളൂ. ആരും മടിച്ചേക്കണ്ട, ധൈര്യമായി വെച്ചോളൂ. അബൂ ലക്കി സെന്ററിന്റെ പ്രത്യേക സമ്മാനങ്ങൾ. സുഹൃത്തുക്കളെ, 1ാം സമ്മാനം TV, 2ാം സമ്മാനം സൈക്കിൾ. വെയ് രാജാ, വെയ്. ധൈര്യമായിട്ട് വെയ്. താനിങ്ങോട്ട് മാറിക്കേ, ഞാനൊന്ന് കറക്കി നോക്കാം. എന്താ പറഞ്ഞേ? ഞാൻ കറക്കാം. സുയിപ്പാക്കരുത്. നിങ്ങൾ കറക്കിയാൽ നമ്മൾ ആകെ കറങ്ങിപ്പോവും. ബേജാറാക്കണ്ട. നിങ്ങൾക്ക് സംശയം നിങ്ങൾ വെക്കണ്ട. നിങ്ങൾ വേറെ സ്ഥലം വിട്ടോളി. മാറടോ, ഞങ്ങളൊന്ന് കറക്കി നോക്കട്ടെ. താമര 2ാം സമ്മാനം സൈക്കിൾ അടിച്ചിരിക്കുന്നത്. അല്ലാതെ അയക്കരുത്. ചവിട്ടാൻ നീങ്ങൂല. ഞാനത് സാമ്പിളിന് കെട്ടി തൂക്കിയതാണ്. ഇവൻ തട്ടിപ്പ വിടരുതേ. എടുക്കടാ കാശ്.
കാശ് കൊടുത്തിട്ട് പോ. അതിനാരെവിടെ പോണ്? അവരെന്റെ ബിസിനസ് പാർട്ട്നേഴ്സ്, ഒന്ന് സംസാരിച്ചിട്ട് വരാം. അല്ല, എല്ലാരും കൂടി യൂണിയൻ ആയിട്ടാണല്ലോ. എന്റെ സൈക്കിൾ എവിടെ? അത് പറയാൻ ഞാൻ നിങ്ങളെ ഒന്ന് കാണുമെന്ന് വിചാരിച്ചാ. ഇപ്പൊ കണ്ടു നന്നായി. വളച്ചിട്ടാ കാര്യം പറയണോ? എന്റെ ടി വി എവിടെ? പറയുമ്പോ നിങ്ങൾ ഞെട്ടരുത്, കേട്ടോളി. ഞാൻ എന്റെ ലക്കി സെന്റർ അടിച്ചു പൊളിച്ച്. താനല്ല, നാട്ടുകാർ. നാട്ടുകാർ തുടങ്ങി വെച്ചി. അതെന്റെയും കൂടി ഒരു ആവശ്യേന്. കാരണം ഇൻഷുറൻസ് പൈസ ഇട്ടാൻ ഇതല്ലാതെ വേറെ ഒരു മാർഗവും. കുറച്ചൊന്നല്ല, 1 ലക്ഷം ഉറുപ്പ്യന്റെ PF ഇൻഷുറൻസാ. തകർത്തുകൊണ്ട് കാശ് കിട്ടൂ? കിട്ടുമോന്ന് ചോദിച്ചാൽ സർക്കാരിന്റെ കാര്യല്ലേ. ഇതൊക്കെ കിട്ടി വരാൻ കുറച്ച് താമസിക്കും. കിട്ടിയാൽ നിങ്ങളെ സൈക്കിളിന്റെയും ടിവിന്റെയും വാച്ചിന്റെയും പൈസ ഒക്കെ തരും, യാതൊരു സംശയവും. അപ്പൊ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? നടക്കുന്ന കാര്യമാണെന്ന് വെച്ചാൽ ഇതൊക്കെ എന്താ കളിതമാശാണ് ഈ ഇൻഷുറൻസ്. അതുകൊട്ടെ, നിങ്ങളടുത്ത് 40 ഉറുപ്പ്യുണ്ടോ? നാളെ രാവിലെ ക്ലെയിമിങ്സിന് പോകാനുള്ളതാ. നാളെ പോയിട്ടില്ലേ പിന്നെയും താമസിക്കും. ഇതിപ്പോ കിട്ടാന്നുള്ളത് നമ്മളൊക്കെ ആവശ്യമല്ലേ. ഇനി ഇൻഷുറൻസ് കിട്ടാതെ നമ്മൾ കാണുന്ന പ്രശ്നമല്ല. ഓ, അപ്പോത്തിന് കൊണ്ടൊന്ന് മറ ചെയ്തോ? എടോ, ഒന്ന് എണീറ്റ് പോണ്ടോ? ഇത് ഞാൻ കിടക്കുന്ന സ്ഥലാ. എന്നോട് എണീക്കാൻ. ഇന്ന് എന്നെ കൊണ്ട് പറ്റൂല. നട്ട പാതിരാക്കും ഓരോരുത്തന്മാര്. അല്ലേ, ഭാവി ചെല്ലിനോർത്ത് പാതാളം എന്നല്ലാണ്ട് പിന്നെ എന്ത് പറയാന്. ആരാ? വേലായുധനെന്ന് പറഞ്ഞാ മതി. ഓ, ആ പിശാചി പിന്നെ വന്നോ? റൊക്കി ഇല്ലേ അവിടെ? അവൻ ഉറങ്ങുവാ. നിങ്ങളുടെ പൊന്നുമാൻ റൊക്കി അവിടെ നിന്ന് പൊക്കേ. എന്തിനാ നിന്റെ അമ്മേനെ പിണ്ടം വയ്ക്കാനാ? ഇനി തള്ള പറഞ്ഞു പറ്റിക്കാൻ പറ്റാണോ? ദേ, 100 ആയുസാ ചേട്ടന്. ചേട്ടന്റെ കാര്യം മനസ്സിൽ വിചാരിച്ച് കിടക്കുകയായിരുന്നു. ചേട്ടൻ കയറി ഇരുന്നട്ടെ. ദേ, സൂചിപ്പിക്കലൊന്നും വേണ്ട. പശുവിനെ തരാമെന്ന് പറഞ്ഞ് 280 രൂപ അഡ്വാൻസ് വാങ്ങിച്ചിട്ട് ദിവസം എത്രയായി? എനിക്ക് ഇപ്പൊ പശുവിനെ കിട്ടണം, എന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ. എടോ, തനിക്ക് ചെവി കേൾക്കുന്നുണ്ടോ? ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. പശു ഇല്ലെങ്കിൽ വേണ്ട, എനിക്ക് എന്റെ കാശിങ് തന്നേച്ചാ മതി. എന്നാ ഇനി ഞാനൊന്ന് പറയട്ടെ. 1 ലിറ്റർ പാല് കിട്ടുന്ന പശുവിന് വേണമെന്നാണല്ലോ വേലാചേട്ടൻ പറഞ്ഞത്. അതെ. ആ, എന്നാ 1.5 ലിറ്റർ പാലുള്ള പശുവിന് ഞാൻ തരും. പറ്റുമോ? അതേ വിലക്കിന്ന്. ഇത് വല്ല നടക്കുന്ന കാര്യമാണോ? ദേ, ഇനി എന്നെ പറ്റിച്ചാലിന്റെ വിധം മാറും. ഹോ, അത് പിന്നെ എനിക്കറിയില്ലേ ചേട്ടന്റെ സ്വഭാവം. എന്നത്തേക്കാവും? ആ, ചേട്ടൻ ധൈര്യമായിട്ട് പോയിക്കോ. നാളെ ഈ നേരത്ത് ചേട്ടന്റെ തൊഴുത്തില് നല്ല മുഴുമുഴുപ്പുള്ള ഒരു പശുവിനെ ഞാൻ കൊണ്ടുവന്ന് കെട്ടിത്തരും. ആ ആ റുക്കിയേ, എടാ എന്തേ? എടാ റുക്കിയേ, എന്താണ്? എടാ റുക്കിയേ, പണം വാങ്ങി ആ പശുവിനെ കൊടുക്കണം. നിന്റെ അപ്പന്റെ സ്വഭാവം നീയും കാണിക്കരുത്. എന്റെ അപ്പന്റെ സ്വഭാവം അല്ലാണ്ട് അയൽവക്കത്തെ ചെത്തുകാരന്റെ സ്വഭാവം കാണിക്കാൻ പറ്റുമോ? അങ്ങനെ കാണിച്ച അമ്മയ്ക്കല്ലേ അതിന്റെ കേട്. ഒന്ന് മാറിക്കതള്ളേ. മൂത്ത് നരച്ചു. എന്റെ പുക കണ്ട ഇത് പോവുള്ളൂ.